ലീഗ് പ്രവർത്തകർ പ്രകടനം നടത്തി. ജില്ലാ കമ്മിറ്റി ഓഫീസ് താഴിട്ട് പൂട്ടി. എസ് ജയചന്ദ്രൻ നായർ സമകാലിക മലയാള മാലികയുടെ പത്രാധിപത്യം ആരംഭിച്ചു. രാജീവ് പ്രഭാവർമ്മയുടെ കവിതയ്ക്ക് വിലക്കേർപ്പെടുത്തിയതിനെ തുടർന്ന് മാനേജ്മെന്റുമായുണ്ടായ അഭിപ്രായ ഭിന്നതകൾ. ലണ്ടൻ ഒളിമ്പിക്സിൽ ഇന്ത്യയിൽ നിന്ന് 2 ടെന്നീസ് ടീമുകൾക്ക് സാധ്യത. ഇന്ത്യയെ പ്രതിനിധീകരിക്കുക മഹേഷ് ഭൂപതി, രോഹൻ ബൊപ്പണ്ണ, ലിയാൻഡർ പേസ്, വിഷ്ണുവർദ്ധൻ സഖ്യം. അവർ തമ്മിലടിയുണ്ടായില്ലാതെ തീർന്ന 2 ടീമാക്കിട്ടാകെ ബൊപ്പണ്ണയും പൈസും കളിക്കുന്നത്. പൈസും മറ്റുപയോഗിച്ചാണ് ഇത്തരം നീക്കത്തിന് ഇവർ തയ്യാറായത്. UDF-ൽ രാഷ്ട്രീയം കളിക്കുകയാണ്. ഇതിനെ ചെറുക്കണം. ഏതെങ്കിലും പാർട്ടി പ്രവർത്തകനോ പാർട്ടി നേതാവിനോ ഇത് ബന്ധമുണ്ടെങ്കിൽ കർശന നടപടിയെടുക്കുമെന്നും പിണറായി പറഞ്ഞു. TP യോഗത്തിന് ശേഷമുള്ള വിവാദങ്ങൾ പാർട്ടിക്ക് ദോഷമായെന്ന് ചർച്ചയിൽ പങ്കെടുത്തവർ പ്രതികരിച്ചു. ഈ രീതിയിൽ പ്രശ്നം ഉഷ്ടാക്കിയതിൽ നേതൃത്വത്തിനും വീഴ്ച പറ്റിയെന്ന് അവർ ചൂണ്ടിക്കാട്ടി. ഇക്കാര്യമടക്കമുള്ള എല്ലാ പ്രശ്നങ്ങളും PBയും കമ്മിറ്റിയും പ്രത്യേകമായി പരിഗണിക്കുമെന്ന് പ്രധാന അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ് ചന്ദ്രൻ. പാർട്ടിക്ക് പങ്കില്ലെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. CPM സംസ്ഥാന സമിതിയിൽ VS അച്യുതാനന്ദൻ. പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയത് താനല്ല, TP ചന്ദ്രശേഖരനെ വധിച്ചാണ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയതെന്ന് VS സംസ്ഥാന സമിതിയിൽ തുറന്നടിച്ചു. സംസ്ഥാന സെക്രട്ടറിയിലും സംസ്ഥാന സമിതിയിലും പ്രതീക്ഷ ഗവൺമെന്റ് കൊടുക്കുന്നല്ലേ. തെറ്റുകൾ ചൂണ്ടിക്കാട്ടുന്നത് പാർട്ടി വിരുദ്ധമായി വ്യാഖ്യാനിക്കരുത്. TP യോഗത്തിന് ശേഷമാണ് പാർട്ടി പ്രതിരോധത്തിലായത്. അപ്പോൾ അത് ചെയ്തവരല്ലേ അത് ഉത്തരവാദികളെന്ന് VS ചോദിച്ചു. സംശയത്തെ തലപോയത് വലിയ വിഷയമാക്കില്ല.